everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 75th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about variance analysis and accounting entries, and in this lecture, we are going to discuss a problem on reconciliation statement of budgeted cost and revenue. Trading and profit and loss account of a company for the year ending June 30, 2019 is given as follows. ഒരു കമ്പനിയുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത് ഫോർ ദ ഇയർ എൻഡിങ് ജൂൺ 30, 2019. ടു മെറ്റീരിയൽസ് റുപ്പീസ് 2,18,000, ടു ലേബർ റുപ്പീസ് 1,10,000, ടു ഡയറക്റ്റ് ചാർജസ് റുപ്പീസ് 26,000, ബൈ സെയിൽസ് 13,000 units റുപ്പീസ് 5,20,000. To gross profit carried down rupees 1,66,000. By gross profit brought down rupees 1,66,000. To work charges fixed rupees 37,000, variable rupees 36,000. To office expenses rupees 38,000. To net profit rupees 55,000. Total rupees 1,66,000. Trading account in the total rupees 5,20,000. The standard output for the year was determined 20,000 units. Standard cost and profit per unit as under. ഈ ഇയറിലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 20,000 യൂണിറ്റ്സ് എന്നായിരുന്നു ഡിറ്റർമൈൻ ചെയ്തിരുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റും പ്രോഫിറ്റ് പെർ യൂണിറ്റും തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് 4 യൂണിറ്റ്സ് അറ്റ് റേറ്റ് റുപ്പീസ് 3.75 റുപ്പീസ് 15. ലേബർ 4 hours അറ്റ് റേറ്റ് റുപ്പീസ് 2 റുപ്പീസ് 8. ഡയറക്റ്റ് ചാർജസ് റുപ്പീസ് 2. വർക്ക്സ് ചാർജസ് ഫിക്സ്ഡ് റുപ്പീസ് 2. വേരിയബിൾ റുപ്പീസ് 3. ഓഫീസ് എക്സ്പെൻസസ് റുപ്പീസ് 2. And the total standard cost is rupees 32. Standard profit rupees 10. Standard selling price rupees 42. മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും ഡയറക്റ്റ് ചാർജസിൻ്റെയും വർക്ക് ചാർജസിൻ്റെയും ഓഫീസ് എക്സ്പെൻസസിൻ്റെയും കൂടി ടോട്ടലാണ് ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റായ റുപ്പീസ് 32. ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെയും സ്റ്റാൻഡേർഡ് പ്രോഫിറ്റിൻ്റെയും ടോട്ടലാണ് സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസായ റുപ്പീസ് 42. മെറ്റീരിയൽ പ്രൈസ് വാസ് റുപ്പീസ് 4 per unit and labor was paid at the rate rupees 2.20 per hour. സോ മെറ്റീരിയൽ പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് റുപ്പീസ് 4 ആൻഡ് ലേബർ റേറ്റ് പെർ അവർ എത്രയാണ് റുപ്പീസ് 2.20. യു ആർ ആസ്ക്ഡ് ടു റീകൺസൈൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് വിത്ത് ആക്ച്വൽ പ്രോഫിറ്റ് ഏൺഡ് ത്രൂ ടാബുലേറ്റിംഗ് വേരിയസ് വേരിയൻസസ്. വേരിയസ് വേരിയൻസസിനെ ടാബുലേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റിനെയും ഏൺ ചെയ്ത ആക്ച്വൽ പ്രോഫിറ്റിനെയും റീകൺസൈൽ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. വി നീഡ് വേരിയസ് വേരിയൻസസ് ടു റീകൺസൈൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് വിത്ത് ആക്ച്വൽ പ്രോഫിറ്റ്. സ്റ്റാൻഡേർഡ് പ്രോഫിറ്റിനെ ആക്ച്വൽ പ്രോഫിറ്റുമായിട്ട് റീകൺസൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയസ് വേരിയൻസസ് വേണം. സോ ഫസ്റ്റ് വി കാൽക്കുലേറ്റ് ദ വേരിയൻസസ്. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസ് ആണ്. ഫോർമുല നമുക്കറിയാം, ആക്ച്വൽ യൂസേജ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ഇവിടെ ആക്ച്വൽ യൂസേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിനെ ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വൽ യൂസേജ് തന്നിട്ടില്ല. ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽസും തന്നിട്ടുണ്ട്. സോ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആയ റുപ്പീസ് 2,18,000നെ ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ആയ റുപ്പീസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ യൂണിറ്റ്സ് ഓഫ് ആക്ച്വൽ യൂസേജ് ആൻഡ് ദാറ്റ് ഈസ് 54,500 യൂണിറ്റ്സ്. സ്റ്റാൻഡേർഡ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റുപ്പീസ് 3.75 ആണ്. ആക്ച്വൽ പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റുപ്പീസ് 4 ആണ്. So materials price variance is equal to 54,500 units into rupees 3.75 minus rupees 4. And the amount of materials price variance comes to rupees 13,625. This is a negative figure. So rupees 13,625 unfavorable. Next variance is materials usage variance. Materials usage variance is the formula. Standard price into standard usage minus actual usage. ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റുപ്പീസ് 3.75 ആണ്. സ്റ്റാൻഡേർഡ് യൂസേജ് തന്നിട്ടില്ല. ആക്ച്വൽ യൂസേജ് നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്തു 54,500 യൂണിറ്റ്സ് ആണ്. സോ നമുക്ക് സ്റ്റാൻഡേർഡ് യൂസേജിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് വരാം. സ്റ്റാൻഡേർഡ് യൂസേജ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ്. ആക്ച്വൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ക്വസ്റ്റ്യനിലുണ്ട് 13,000 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആണ്. ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ട്. So standard usage is equal to 13,000 units into 4 units, that is 52,000 units. So materials usage variance is equal to rupees 3.75 into 52,000 units minus 54,500 units.
is equal to rupees 3.75 into minus 2500 units, and the amount of materials usage variance comes to rupees 9375. This is a negative figure, so rupees 9375 unfavorable. Next variance is labor rate of pay variance. Labor rate of pay variance ന്റെ ഫോർമുല നമുക്കറിയാം. ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഇവിടെ ആക്ച്വൽ ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ആക്ച്വൽ വേജസും ആക്ച്വൽ റേറ്റ് പെർ അവറും തന്നിട്ടുണ്ട്. ആക്ച്വൽ ടൈം കിട്ടുന്നതിനായി ആക്ച്വൽ വേജസിനെ ആക്ച്വൽ റേറ്റ് പെർ അവർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. ആക്ച്വൽ ടൈം ഈസ് ഈക്വൽ ടു ആക്ച്വൽ വേജസ് ആയ റുപ്പീസ് 1,10,000 ഡിവൈഡഡ് ബൈ ആക്ച്വൽ റേറ്റ് പെർ അവർ ആയ റുപ്പീസ് 2.20 ആൻഡ് ദ ആക്ച്വൽ ടൈം കംസ് ടു 50,000 hours. Rate of pay variance is equal to 50,000 hours into rupees 2 minus rupees 2.20. And the amount of rate of pay variance comes to rupees 10,000. This is a negative figure, so rupees 10,000 unfavorable. Next variance is labor efficiency variance. Labor efficiency variance in the formula namakkariyam standard rate into standard time minus actual time. Standard rate question il thannittund rupees 2 aanu. സ്റ്റാൻഡേർഡ് ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് ടൈം കിട്ടുന്നതിനായി 13,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് 4 hours എടുത്താൽ മതിയാകും. 13,000 യൂണിറ്റ്സ് മീൻസ് സെയിൽസ് നടന്ന ആക്ച്വൽ 13,000 യൂണിറ്റ്സ്. 4 hours എന്ന് പറയുന്നത് ലേബറിന് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് അവേഴ്സ്. ആക്ച്വൽ ടൈം നമ്മൾ കണ്ടെത്തിയിരുന്നു 50,000 hours ആണ്. സോ ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഇസ് ഈക്വൽ ടു rupees 2 into 13,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് 4 hours minus 50,000 hours, and the amount of labor efficiency variance comes to rupees 4,000. It is a positive figure, so rupees 4,000 favorable. Next variance is direct charges variances. Direct charges variances ന്റെ ഫോർമുല നോക്കാം. ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഡയറക്റ്റ് ചാർജസ്. ആക്ച്വൽ യൂണിറ്റ്സ് 13,000 ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് rupees 2 ആണ്. ആക്ച്വൽ ഡയറക്റ്റ് ചാർജസ് rupees 26,000 ആണ്. ഈ ആക്ച്വൽ ഡയറക്റ്റ് ചാർജസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട് rupees 26,000. So direct charges variances is equal to 13,000 into rupees 2 minus rupees 26,000. 13,000 into rupees 2 എന്ന് പറയുന്നത് rupees 26,000 ആണ്. ആക്ച്വൽ ഡയറക്റ്റ് ചാർജസും rupees 26,000 ആണ്. സോ ഡയറക്റ്റ് ചാർജസ് വേരിയൻസസ് കംസ് ടു നിൽ. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് വർക്ക്സ് ചാർജസിൻ്റെ കേസിലെ ഫിക്സ്ഡ് വേരിയൻസസ് ആണ്. അവിടെ രണ്ട് വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, വോളിയം വേരിയൻസും എക്സ്പെൻഡിച്ചർ വേരിയൻസും. വോളിയം വേരിയൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ആക്ച്വൽ യൂണിറ്റ്സ് 13,000 ആണ്, ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 20,000 ആണ്, സ്റ്റാൻഡേർഡ് റേറ്റ് rupees 2 ആണ്. സോ വോളിയം വേരിയൻസ് ഇസ് ഈക്വൽ ടു 13,000 into rupees 2 minus 20,000 into rupees 2. And the amount of volume variance comes to rupees 14,000. It is a negative figure, so rupees 14,000 unfavorable. Next variance is expenditure variance. Expenditure variance ന്റെ ഫോർമുല നമുക്കറിയാം. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഫിക്സ്ഡ് വർക്ക്സ് ഓവർഹെഡ്സ്. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 20,000 ആണ്, സ്റ്റാൻഡേർഡ് റേറ്റ് rupees 2. ആക്ച്വൽ ഫിക്സ്ഡ് വർക്ക്സ് ഓവർഹെഡ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട് rupees 37,000 ആണ്. So expenditure variance is equal to 20,000 into rupees 2 minus rupees 37,000, and the amount of expenditure variance comes to rupees 3,000. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്, സോ rupees 3,000 ഫേവറബിൾ. നെക്സ്റ്റ് വൺ is variable works charges expenditure variance. Formula is actual units into standard rate minus actual variable works overheads. ആക്ച്വൽ യൂണിറ്റ്സ് 13,000 യൂണിറ്റ്സ് ആണ്, സ്റ്റാൻഡേർഡ് റേറ്റ് rupees 3 ആണ്. ആക്ച്വൽ വേരിയബിൾ വർക്ക്സ് ഓവർഹെഡ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട് rupees 36,000 ആണ്. സോ വേരിയബിൾ വർക്ക്സ് ചാർജസ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഇസ് ഈക്വൽ ടു 13,000 into rupees 3 minus rupees 36,000, and the amount of variable works charges expenditure variance comes to rupees 3,000. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്, സോ rupees 3,000 ഫേവറബിൾ. അടുത്തത് ഓഫീസ് ഓവർഹെഡ്സ് വേരിയൻസ് ആണ്, ഫിക്സ്ഡ്. അതിൽ രണ്ട് വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, വോളിയം വേരിയൻസും എക്സ്പെൻഡിച്ചർ വേരിയൻസും. വോളിയം വേരിയൻസ് ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ആക്ച്വൽ യൂണിറ്റ്സ് 13,000 ആണ്, സ്റ്റാൻഡേർഡ് റേറ്റ് rupees 2, ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 20,000. ആക്ച്വൽ യൂണിറ്റ്സ് 13,000 ആണ്, സ്റ്റാൻഡേർഡ് റേറ്റ് rupees 2, ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 20,000. വോളിയം വേരിയൻസ് ഇസ് ഈക്വൽ ടു 13,000 into rupees 2 minus 20,000 into rupees 2, and the amount of volume variance comes to rupees 14,000. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്, സോ rupees 14,000 unfavorable. അടുത്തത് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആണ്, ബഡ്ജറ്റഡ് യൂണിറ്റ്സിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഓഫീസ് ഓവർഹെഡ്സ്. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 20,000 ആണ്, സ്റ്റാൻഡേർഡ് റേറ്റ് rupees 2. ആക്ച്വൽ ഓഫീസ് ഓവർഹെഡ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട് rupees 38,000 ആണ്. എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഇസ് ഈക്വൽ ടു 20,000 into rupees 2 minus rupees 38,000, and the amount of expenditure variance comes to rupees 2,000.
ഇതൊരു പോസിറ്റീവ് ഫിഗറാണ്. സോ ₹2,000 ഫേവറബിൾ. നെക്സ്റ്റ് വേരിയൻസസ് സെയിൽസ് വേരിയൻസസ് ആണ്. അക്കോർഡിംഗ് ടു പ്രോഫിറ്റ് മെത്തേഡ് ആണ്. സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ്. And the formula is actual quantity of sales into actual selling price per unit minus standard selling price per unit. Actual quantity of sales ക്വസ്റ്റ്യനിലുണ്ട് 13,000 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെയിൽസിൻ്റെ വാല്യൂവും സെയിൽസിൻ്റെ യൂണിറ്റ്സും തന്നിട്ടുണ്ട്. സോ സെയിൽസിൻ്റെ വാല്യൂ ആയ ₹5,20,000നെ യൂണിറ്റ്സ് ആയ 13,000 യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് the amount of actual selling price per unit, that is ₹40. Standard selling price per unit ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹42. So sales margin variance due to selling price is equal to 13,000 units into ₹40 minus ₹42, and the amount of sales margin variance due to selling price comes to ₹26,000. Negative figure ആണ്. So ₹26,000 unfavorable. Next one is sales margin variance due to volume. Formula is standard profit per unit into actual quantity of sales minus budgeted quantity of sales. സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹10 ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 13,000 യൂണിറ്റ്സ് ആണ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000 യൂണിറ്റ്സ് ആണ്. സോ സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം ഇസ് ഈക്വൽ ടു ₹10 ഇൻറ്റു 13,000 യൂണിറ്റ്സ് മൈനസ് 20,000 യൂണിറ്റ്സ്. ആൻഡ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം കംസ് ടു ₹70,000. ഇതൊരു നെഗറ്റീവ് ഫിഗറാണ്. സോ ₹70,000 അൺഫേവറബിൾ. ഇപ്പോൾ നമ്മൾ വേരിയൻസസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ പ്രോഫിറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ പ്രോഫിറ്റ്സ്. ആദ്യം സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് കിട്ടുന്നതിനായി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ചെയ്താൽ മതിയാകും. സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹10 ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് 20,000. So standard profit is equal to 20,000 into ₹10, that is ₹2 lakhs. ഇനി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത വേരിയൻസസിൽ അൺഫേവറബിൾ വേരിയൻസസിനെ എല്ലാം ഡെബിറ്റ് ചെയ്യണം, ഫേവറബിൾ വേരിയൻസസിനെ എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസ് അൺഫേവറബിൾ ആയിരുന്നു. എമൗണ്ട് ഈസ് ₹13,625. സോ മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു. മെറ്റീരിയൽസ് യൂസേജ് വേരിയൻസും അൺഫേവറബിൾ വേരിയൻസ് ആയിരുന്നു. എമൗണ്ട് ₹9,375 ആയിരുന്നു. സോ അത് ഡെബിറ്റ് ചെയ്യുന്നു. ലേബർ റേറ്റ് ഓഫ് പേ വേരിയൻസ് അൺഫേവറബിൾ വേരിയൻസ് ആയിരുന്നു. ₹10,000 ആയിരുന്നു എമൗണ്ട്. സോ അതിനെയും ഡെബിറ്റ് ചെയ്യുന്നു. ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഫേവറബിൾ ആയിരുന്നു. ₹4,000 ആയിരുന്നു എമൗണ്ട്. സോ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. വർക്ക്സ് ചാർജസ് ഫിക്സ്ഡിൽ വോളിയം വേരിയൻസ് അൺഫേവറബിൾ ആയിരുന്നു. ₹4,000 ആയിരുന്നു. അത് ഡെബിറ്റ് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഫേവറബിൾ ആയിരുന്നു. ₹3,000 ആയിരുന്നു. അത് ക്രെഡിറ്റ് ചെയ്യുന്നു. വർക്ക് ചാർജസ് വേരിയബിളിൽ എക്സ്പെൻഡിച്ചർ വേരിയൻസ് ₹3,000 ആയിരുന്നു. ഫേവറബിൾ ആയിരുന്നു. അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓഫീസ് ഓവർ ഹെഡ്സിലെ വോളിയം വേരിയൻസ് ₹14,000 അൺഫേവറബിൾ ആയിരുന്നു. അത് ഡെബിറ്റ് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ വേരിയൻസിൽ ₹3,000 ഫേവറബിൾ ആയിരുന്നു. അത് ക്രെഡിറ്റ് ചെയ്യുന്നു. സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ് അൺഫേവറബിൾ ആയിരുന്നു. ₹26,000 ആയിരുന്നു. അത് ഡെബിറ്റ് ചെയ്യുന്നു. സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം ₹70,000 അൺഫേവറബിൾ ആയിരുന്നു. അത് ഡെബിറ്റ് ചെയ്യുന്നു. Total of debit variances comes to ₹1,57,000 and the total of credit variances comes to ₹12,000. Total of various variances, എല്ലാ വേരിയൻസസിൻ്റെയും കൂടി പല വേരിയൻസസിൻ്റെയും കൂടി ടോട്ടൽ എന്ന് പറയുന്നത് മൈനസ് ₹1,57,000 പ്ലസ് ₹12,000. മൈനസ് ₹1,57,000 വരാനുള്ള കാരണമെന്ന് പറയുന്നത് അത് അൺഫേവറബിൾ വേരിയൻസസിൻ്റെ ടോട്ടലാണ്. ആൻഡ് ദ ടോട്ടൽ ഓഫ് വേരിയസ് വേരിയൻസസ് കംസ് ടു ₹1,45,000 adverse and the actual profit comes to ₹55,000. ഈ ആക്ച്വൽ പ്രോഫിറ്റ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹2 lakhs ആയിരുന്നു. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതിയിരുന്നു. ആൻഡ് ടോട്ടൽ ഓഫ് വേരിയസ് വേരിയൻസസ് എന്ന് പറയുന്നത് ₹1,45,000 അഡ്വേഴ്സ് ആയിരുന്നു. സോ ഈ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റായ ₹2 lakhൽ വേരിയൻസസിൻ്റെ ടോട്ടലായ $1,45,000 അഡ്വേഴ്സ് സെറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് ആക്ച്വൽ പ്രോഫിറ്റ് ₹55,000 കിട്ടുന്നത്. വിത്ത് ദിസ് ലെക്ചർ we are concluding our third chapter, standard costing and variance analysis. Thank you all.